നബിദിനത്തിന് മൗലൂദിൻ്റെ ചോറ് കൊടുക്കാൻ വേണ്ടി നബിദിനത്തിൻ്റെ തലേന്ന് നൈറ്റിൽ അന്നദാനത്തിനുള്ള പ്രിപ്പറേഷനാണ് നടക്കുന്നത്. നമ്മുടെ എല്ലാ ഫ്രണ്ട്സും എല്ലാവരും വന്നത് ഇറച്ചി കഴുകുന്നു. അങ്ങനെ ഇറച്ചി കഴുകിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അൽഹിന്ദ് സ്കൂളിലാണ് നമ്മൾ ഈ പ്രിപ്പറേഷൻ നടക്കുന്നത്. അങ്ങനെ നേരം വെളുത്ത് അങ്ങനെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞത് ബീഫൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിക്കണം കേട്ടോ. സൂപ്പറായിട്ട് ബീഫ് അങ്ങനെ 10-14 ചെമ്പുണ്ട്. ചെമ്പിലൊക്കെ ബീഫെല്ലാം അടിപൊളിയായി സെറ്റ്, നെയ്യൊക്കെ തിളച്ചത്, അതുപോലെ നെയ്ച്ചോറ് റെഡി. അങ്ങനെ ചില ദമ്മിൽ ദമ്മിട്ട് വെച്ചേക്കണ്. അത് നല്ല പുകയൊക്കെ നല്ല നേരം വെളുത്തിട്ടുള്ളൂ. ഇപ്പോൾ മാക്സിമം ഒരു 6-7 മണിയായിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ ഫ്രണ്ട്സും ആരും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും ഉണ്ട്. അങ്ങനെ ആയ ചെമ്പിലൊക്കെ വീണ്ടും വെട്ടിയിട്ട് നമ്മൾ പാക്ക് ചെയ്താണ് കൊടുക്കണം. പാക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെമ്പിലേന്ന് പകർത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാക്ക് ചെയ്യണ സ്ഥലത്തേക്ക് ചോറ് നമ്മുടെ പായിലേക്ക് കൊടുന്ന് ചൊരിഞ്ഞിടുന്നതാണ് ഈ കാണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ പാക്കിങ് നടത്തുന്നുണ്ട്. നല്ല ചൂടാണ് ചോറിന്. 4 കിലോ കവറിൽ നിറച്ച് തൂക്കിയാണ് കൊടുക്കണം. ഒരു ആളുടെ വീട്ടിലെ എണ്ണ അനുസരിച്ച് ഓരോ സൈസ് ഉണ്ട്, ഗ്രാമിൽ ഇത്ര, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തൂക്കി കൊടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആവി പറക്കുന്നത് കാണാൻ പറ്റും. ഫ്രണ്ട്സ് എല്ലാവരും നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രി ഉറക്കമൊഴിച്ച് നേരം വെളുക്കണൊക്കെ പാക്കിങ് തുടങ്ങിയത്. ബീഫ് ഒരു സൈഡിൽ കൂടെ പാക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലാസ്സിൽ തൂക്കിക്കൊണ്ടിരിക്കണത്. എല്ലാ പിള്ളേരും ഉണ്ടായിരുന്നു, എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. വെളുപ്പിന് 5 മണിക്ക് പാക്കിങ് തുടങ്ങിയതാണ്. അങ്ങനെ പാക്ക് ചെയ്ത് ഓരോ സെക്ഷനിലും ഇങ്ങനെ ഓരോ വീട്ടുകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരാളുടെ എണ്ണ അനുസരിച്ച് പാക്ക് ചെയ്ത് വച്ചേക്കണ കെട്ടി വെച്ചേക്കണ പാക്കറ്റുകളാണ് ആയിരിക്കുന്നത്. ഇനി അതെല്ലാം ഓരോ സെക്ഷനിൽ നമ്മൾ കൊണ്ടുപോയി വണ്ടിയിൽ വീട്ടിൽ സപ്ലൈ ചെയ്യും. നല്ല സെറ്റപ്പ് ബീഫ് അങ്ങനെ തൂക്കിയാണ് ഇവിടെ പേങ്ങാടിശ്ശേരി ജുമാ മസ്ജിദിലെല്ലാം തൂക്കിയാണ് ഓരോ വീട്ടുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അവസാനം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം തൂക്കിയും കഴിഞ്ഞാൽ ചെമ്പിലിട്ട് ആ ചോറൊക്കെ വിതറി ഒരു അടിക്കലുണ്ട്. സാറേ എന്താ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി സംഭവം. പാക്കിങ് എല്ലാം കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ചെമ്പിൽ കുറച്ച് ചോറൊക്കെ ഇട്ട് വാരി വിതറി, അതൊരു വൈബാണ് സംഭവം. പാക്കിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റപ്പാക്കി കൊടുക്കും. മഞ്ഞവൻ കനിഞ്ഞേകി മുത്ത് മഹമൂദ് രാജാ, മിന്നുമേനി സുഗന്ധമുള്ള പരിമള റോജ. മഞ്ഞവൻ കനിഞ്ഞേകി മുത്ത് മഹമൂദ് രാജാ, മിന്നുമേനി സുഗന്ധമുള്ള പരിമള റോജ. മാതൃകയായി ജ്വലിച്ചവർ മാനസാന്തരങ്ങളിൽ ആദർശം നിറച്ചു, ദീനിനെ നയിച്ചു പുണ്യപ്രവാചകർ. നൂറല്ലാഹ് സ്വല്ലല്ലാഹ്, നൂറല്ലാഹ് സ്വല്ലല്ലാഹ്, നൂറല്ലാഹ് സ്വല്ലല്ലാഹ്, നൂറല്ലാഹ് സ്വല്ലല്ലാഹ്. മഞ്ഞവൻ കനിഞ്ഞേകി മുത്ത് മഹമൂദ് രാജാ, മിന്നുമേനി സുഗന്ധമുള്ള പരിമള റോജ. മഹിമമുന്തും ഖുറൈശിയിൽ
മധുരം പൊഴിയും തേനതരം അതിരതില്ല തീരുകില്ല മധുരം പൊഴിയും തേനത മക്ക പ്രദേശം മുത്തായ